അസ്സലാമു അലൈക്കും. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. SKSSF കിടങ്ങഴി യൂണിറ്റ് കമ്മിറ്റിയുടെ 2021 ഡിസംബർ മുതൽ 2023 ഡിസംബർ വരെയുള്ള പ്രവർത്തന റിപ്പോർട്ട് ഇന്നത്തെ യോഗത്തിൽ അവതരിപ്പിക്കാനായതിൽ ഏറെ സന്തോഷമുണ്ട്. കൂടെ നാഥനെ സ്തുതിക്കുന്നു, അൽഹംദുലില്ലാ. അതോടൊപ്പം മൺമറഞ്ഞു പോയ പ്രിയ സ്നേഹിതർക്ക് മഅ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. റിപ്പോർട്ട് കാലയളവിലെ ഭാരവാഹികൾ: പ്രസിഡന്റ് മുഹമ്മദ് ഇർഷാദ് KK, വൈസ് പ്രസിഡന്റ് ജിയാദ് C, ജനറൽ സെക്രട്ടറി മുഹമ്മദ് നസീഫ് P, വർക്കിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീം KK, ട്രഷറർ മുഹമ്മദ് ആഷിഫ് C, ഓർഗനൈസിംഗ് സെക്രട്ടറി അസ്ലഖ് ഹുസൈൻ. ഉപവിങ്ങുകളും സെക്രട്ടറിമാരും: ഇബാദ് ഷിബിൻ സഹദ് ഫൈസി UT, വിഖായ ഹക്കീം PT, സഹജാരി ഷീഹാൻ P, തൊലബ സൈഫുൽ അമീൻ ഫൈസി KV, ട്രെൻഡ് മുഹമ്മദ് ഹസ്ബിൻ P, സർഗലയം മുഹമ്മദ് ഷെരീഫ് P. കൗൺസിൽ മെമ്പേഴ്സ്: നിസാജ് ബാബു, KV വാസിൽ സഫീർ ഫൈസി, ഷഫീഖ് റഹ്മാൻ KK, സൈഫുൽ അമീൻ ഫൈസി KV, മിദ്ലാജ് P, മുഹമ്മദ് ഷമീം KK, അനസ് VP, ജിയാദ് C. കമ്മിറ്റി മെമ്പേഴ്സ്: മുഹമ്മദ് മുഹ്സിൻ VP, മുഹമ്മദ് സഹൽ P, മുഹമ്മദ് ഫൈഹാൻ VP, മഷൂദ് TT, ഫാരിസ് റഹ്മാൻ K, മുഹമ്മദ് സാഹിൽ M. മുസ്ലിം ഉമ്മത്തിൻ്റെ ആത്മീയ വൈജ്ഞാനിക നവോത്ഥാന മുന്നേറ്റത്തിന് വഴിവട്ടം തെളിയിച്ച് ഉമ്മത്തിന് ദൈക്ഷണിക നേതൃത്വം നൽകുന്ന പരമോന്നത ആധികാരിക മതപണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അനുഗ്രഹീത വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SKSSF. രാജ്യാകാത്ത ആത്മാഭിമാനത്തിന്റെ നാമമാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. 3 ദശാബ്ദങ്ങളായി കേരള മുസ്ലിമിന്റെ മത സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ഈ പ്രസ്ഥാനത്തിന് പ്രവർത്തന അതിരുകളില്ല. അത് വിദ്യാർത്ഥികളിലും യുവാക്കളിലും സർവ്വ മനുഷ്യരിലും പരന്നു കിടക്കുന്നു. മതത്തിന്റെ തനിമയും പൈതൃകത്തിന്റെ ഗരിമയും വിശ്വാസികളെ പാകപ്പെടുത്തിയും മതേതര മുഖമുള്ള പൗരന്മാരെ കടഞ്ഞെടുക്കുകയും ചെയ്യും. ശംസുൽ ഉലമയുടെ മേൽനോട്ടത്തിൽ 1989 ഫെബ്രുവരി 19 സ്ഥാപിതമായ പ്രസ്ഥാനം അതിന്റെ അഭിനവ കാലയളവിലും മത സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പരിവർത്തന വിജയഗാഥയിലേക്ക് പുതിയ ഏടുകൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനം, വിനയം, സേവനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മുസ്ലിം സമുദായത്തിന്റെ നാനോന്മുഖ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബഹുമുഖ പദ്ധതികളും പ്രവർത്തനങ്ങളുമായി 3 ദശാബ്ദങ്ങളിലെ സംഘടനയുടെ നിലപാടുകളും പ്രവർത്തനങ്ങളും ജനമനസ്സുകളിൽ ഇതിനോടകം ഇടം നേടിയിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് കഴിഞ്ഞ 27 വർഷത്തോളമായി കിടങ്ങഴി യൂണിറ്റ് കമ്മിറ്റിയും ഒട്ടനവധി പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂണിറ്റ് കമ്മിറ്റിയുടെ കഴിഞ്ഞ 2 വർഷങ്ങളിലെ പ്രവർത്തനങ്ങളെ ഓർത്തെടുത്ത് കോർത്തിണക്കി ഈ ജനറൽ ബോഡി യോഗത്തിൽ ജനസമക്ഷം അവതരിപ്പിക്കുകയാണ്. നേരിൻ്റെ ഒറ്റ വരക്കൽ തേടി 2022-23 കാലയളവിലെ യൂണിറ്റിലെ പുതിയ കമ്മിറ്റി ഭാരവാഹികളും പുതിയ പ്രവർത്തകരും 9/1/2023 ഞായറാഴ്ച വരക്കൽ മക്കാമും കണ്ണിയത്തുസ്താദ് മക്കാമും ഇടിയങ്ങര മക്കാമും സിയാറത്ത് ചെയ്ത് അനുഗ്രഹം തേടിയായിരുന്നു കമ്മിറ്റി തുടക്കം കുറിച്ചത്. റിപ്പബ്ലിക് ഡേ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ പരമോന്നത നിയമമായ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ദിവസത്തിൻ്റെ വാർഷികമെന്നോണം കമ്മിറ്റി കാലയളവിൽ 2 റിപ്പബ്ലിക് ദിനവും വിപുലമായി നടത്താൻ സാധിച്ചു. 2022 ജനുവരി 26 കിടങ്ങഴി കേന്ദ്ര മദ്രസയിൽ വെച്ച് SKSBയുമായി ചേർന്ന് മദ്രസ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബാല ഇന്ത്യ സംഘടിപ്പിക്കുകയും 2023 ജനുവരി 26 SKSSF ഓഫീസ് പരിസരത്ത് വെച്ച് പതാക ഉയർത്തി മധുര വിതരണം നടത്തുകയും ചെയ്തു. സ്ഥാപക ദിനങ്ങൾ: SKSSFന്റെ സ്ഥാപക ദിനമായ ഫെബ്രുവരി 19 സമസ്തയുടെ സ്ഥാപക ദിനമായ ജൂൺ 26 പതാക ഉയർത്തുകയും മധുരം വിതരണം ചെയ്യുകയും സംഘടനാ ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. അവൈക്ക് SKSSF പുല്ലൂർ ക്ലസ്റ്റർ കമ്മിറ്റി യൂണിറ്റ് സന്ദർശന ക്യാമ്പയിനിന്റെ ഭാഗമായി യൂണിറ്റിൽ 22/9/2022 ശനിയാഴ്ച ഇശാനിസ്കാരാനന്തരം യൂണിറ്റ് ഓഫീസിൽ വെച്ച് യോഗം ചേർന്നു. ഹൈദരലി ശിഹാബ് തങ്ങൾ അനുസ്മരണം. നിലപാടിലുറച്ച പാണക്കാടിന്റെ സുഹൃതവും സയ്യിദ് തറവാട്ടിലെ ആദർശ വസന്തവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉപാധ്യക്ഷനുമായിരുന്ന സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗം ഉമ്മത്തിനെ കണ്ണീരിലാഴ്ത്തിയപ്പോൾ പ്രാർത്ഥനാ മജ്ലിസും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. സിറാത്തുൽ മുസ്തഖീം പഠന സംഗമം
മഹല്ലിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പുത്തനാശയങ്ങൾക്കെതിരെ ബോധവൽക്കരണമെന്നോണം ഫെബ്രുവരി 19 ശനിയാഴ്ച പള്ളിയിൽ മഗ്‌രിബ് നമസ്കാരാനന്തരം സിറാത്തുൽ മുസ്തഖീം പഠന സംഗമം നടത്താൻ സാധിച്ചു. മനസ്സൊരുക്കം. സംസ്ഥാന കമ്മിറ്റിയുടെ ക്യാമ്പയിനുകളിൽ അതിപ്രധാനമായ പ്രവർത്തകരുടെ മനസ്സൊരുങ്ങുക എന്ന ഉദ്ദേശപ്രകാരം സംഘടിപ്പിച്ച മനസ്സൊരുക്കം എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി മെമ്പർഷിപ്പ് എടുത്ത മുഴുവൻ പ്രവർത്തകരെയും വിളിച്ചു ചേർത്ത് മനസ്സൊരുക്കം ആക്ടിവേഷൻ ക്യാമ്പ് മദ്രസ ട്രഷറർ PT ചെറിയാപ്പുവിൻ്റെ വസതിയിൽ വെച്ച് നടത്താൻ സാധിച്ചു. ഇഫ്താർ മീറ്റ്. യൂണിറ്റ് കാലയളവിലെ റമദാനുകളിൽ അതിവിപുലമായി ഇഫ്താർ സംഗമം നടത്തുകയും അതിൽ പുതിയ പ്രവർത്തകരെയും പഴയകാല പ്രവർത്തകരെയും ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചു. യൂണിറ്റ് ഇഫ്താർ മീറ്റ് എല്ലാ വർഷത്തെയും പോലെ തന്നെ സംഘടനാ ചാലക ശക്തികളായി പല കാലങ്ങളിലായി പ്രവർത്തിച്ചിരുന്ന സംഘടനാ സ്നേഹികളുടെ സംഗമമായി മാറ്റാൻ സാധിച്ചു. ഇഫ്താർ ടെൻറ്റ് SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ പുതുമ നിറഞ്ഞ പരിപാടികളിൽപ്പെട്ടതായിരുന്നു മേഖലകൾ കേന്ദ്രീകരിച്ച് യാത്രക്കാർക്ക് നോമ്പുതുറ സൗകര്യം ഒരുക്കിക്കൊടുക്കൽ. കഴിഞ്ഞ 2 വർഷവും അതിവിപുലമായി തന്നെ മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിൽ ഇഫ്താർ ടെൻറ്റ് നോമ്പുതുറ സൗകര്യത്തിന് യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാഗധേയത്വം നല്ല രീതിയിൽ നിർവഹിക്കാൻ സാധിച്ചു. പെരുന്നാൾ ഒരുമ. പെരുന്നാൾ ഒരുമ എന്ന പേരിൽ ചെറിയ പെരുന്നാൾ ദിനത്തിൽ രോഗശയ്യയിൽ കിടപ്പിലായ രോഗികളെ സന്ദർശിക്കുകയും അവരുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞും കഴിയുന്ന വാക്കുകളെ കൊണ്ടും ചെറുപുഞ്ചിരി കൊണ്ടും അവർക്ക് ആശ്വാസം പകരാനും ധനസഹായം നൽകാനും സാധിച്ചു. സുഹബ. ചെറിയ പെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് യൂണിറ്റ് കമ്മിറ്റിക്ക് കീഴിൽ സുഹബ എന്ന പേരിൽ കക്കാടംപൊയിൽ റെസിഡൻഷ്യൽ ക്യാമ്പും ആത്മീയ സദസ്സും മെയ് 7, 8 തീയതികളിൽ നടത്താൻ സാധിച്ചു. പ്രകൃതി രമണീയമായ കക്കാടംപൊയിൽ അതിമനോഹരമായ വൈൽഡ് റിയോ ക്യാമ്പ് സൈറ്റിൽ ഒരു ദിവസം ചെലവഴിക്കുകയും മനസ്സിന് കുളിർമയേകുന്ന അന്തരീക്ഷത്തിൽ സംഘടനാ ചർച്ചകളെ കൊണ്ടും ഉത്ബോധനവും പ്രാർത്ഥനയുമെല്ലാം ചേർത്ത് സംഘടിപ്പിച്ച സുഹബ റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടനാ പ്രവർത്തനത്തിന് പുതിയ ഊർജം പകരുന്നതായിരുന്നു. മദ്രസ പ്രവേശനോത്സവം. മദ്രസ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി നവാഗതർക്ക് ബാഗടക്കമുള്ള പഠന ഉപകരണങ്ങൾ യൂണിറ്റ് കമ്മിറ്റിക്ക് നൽകാൻ സാധിച്ചു. അറിവിൻ്റെ മധുനുകരാനെത്തുന്ന കുരുന്നു കൈകളിൽ SKSSFൻ്റെ സ്നേഹ സമ്മാനം ഏറ്റുവാങ്ങിയപ്പോൾ കുരുന്നുകളോടൊപ്പം ഉസ്താദുമാരും രക്ഷിതാക്കളും സന്തോഷം പങ്കുവച്ചത് പ്രവർത്തകർക്ക് ഒരു മധുരമേറും ഓർമ്മയായിരുന്നു. പരിസ്ഥിതി ദിനം. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് യൂണിറ്റിലെ പ്രവർത്തകർക്ക് തൈകൾ നൽകി പരിസ്ഥിതി ദിനാചരണത്തിൽ പങ്കാളിയായി. ഫാമിലി മീറ്റ്. ചൂഷണമുക്ത ആത്മീയത സൗഹൃദത്തിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ നടന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായി കിടങ്ങടി യൂണിറ്റ് കമ്മിറ്റി വളർന്നുവരുന്ന ചില ഓൺലൈൻ മജ്‌ലിസിൻ്റെ ചൂഷണങ്ങൾക്കെതിരെ 13/10/2022 ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും സത്താർ സാഹിബ് പന്തല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. ഇഷ്ക് മജ്‌ലിസ്. ഭൂപ്രസന്ന മദീനയിൽ സദാപ്രഭാത ചേലുണർത്തുന്ന റൗള ഷരീഫിൽ മാനവരാശിയുടെ ഹൃദയംഗമമായ പ്രശംസകൾ ഏറ്റുവാങ്ങി മതിയുറങ്ങും ത്വാഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പുണ്യനബിയുടെ മദ്ഹുകൾ പാടിയും പറഞ്ഞും VP ചെറിയാപ്പു ഹാജിയുടെ വസതിയിൽ ഇഷ്ക് മജ്‌ലിസ് സംഘടിപ്പിച്ചു. റിവാമ്പ്. കിടങ്ങഴി യൂണിറ്റ് കമ്മിറ്റിയുടെ നാൾ വഴികളിൽ സംഘടനാ ചർച്ചകളിലും പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യങ്ങളായി നിറഞ്ഞു നിന്നിരുന്ന പുതിയ പഴയകാല പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടി വരുംകാല പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകുന്നതിന് വേണ്ടിയും 2022 സെപ്റ്റംബർ 4 ഞായറാഴ്ച കാവനൂർ മജ്മയിൽ വെച്ച് ഉസ്താദുമാരെയും മഹല്ല് കാരണവന്മാരെയും ഉൾപ്പെടുത്തി റീവാമ്പ് എന്ന പേരിൽ നിശാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സർഗലയം. വിദ്യാർത്ഥികളിലെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി SKSSF സംഘടിപ്പിക്കുന്ന സർഗലയ ഇസ്ലാമിക് സാഹിത്യ മത്സരത്തിലേക്ക് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുകയും അതിനോടനുബന്ധിച്ച് സർഗലയ മത്സര പരിപാടികൾ നടത്താനും സാധിച്ചു. LKG UKGയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് കളറിംഗ് മത്സരം നടത്താനും പ്രോത്സാഹന സമ്മാനം കൊടുക്കാനും സാധിച്ചു. പറവകൾക്കൊരു തണ്ണീർക്കുടം. മാർച്ച് 22 ജലദിനത്തോടനുബന്ധിച്ച് പ്രവർത്തകരുടെ വീട്ടിൽ തണ്ണീർക്കുടം സ്ഥാപിച്ചു. കഠിന വേനലിൽ പറവകളുടെ ദാഹമകറ്റാൻ ഉപകാരപ്പെടുന്ന ഈ പ്രവർത്തനം ജലദിനത്തിൽ ശ്രദ്ധയാകർഷിച്ചു. സ്വാതന്ത്ര്യദിന സംഗമം. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ കഴിഞ്ഞ 2 വർഷവും സ്വാതന്ത്ര്യദിന സംഗമം നടത്തി. ദർസ് വിദ്യാർത്ഥികളെയും മഹല്ല് കാരണവന്മാരെയും പങ്കെടുപ്പിക്കാനും സാധിച്ചു. സാമ്രാജ്യത്വ അധിനിവേശ ശക്തികൾക്കെതിരെ ജീവൻ മരണ പോരാട്ടം നടത്തുകയും ജീവൻ ത്യജിക്കുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ യോഗത്തിൽ അനുസ്മരിച്ചു. മീലാദാഘോഷം. നബിദിനത്തോടനുബന്ധിച്ച് മദ്രസ ഫെസ്റ്റിൻ്റെ സ്റ്റേജ് അലങ്കരിക്കാനും മീലാദ് റാലിയിൽ വിക്കായ വളണ്ടിയേഴ്സിനെ അണിനിരത്താനും യൂണിറ്റ് കമ്മിറ്റിക്ക് സാധിച്ചു.
മനുഷ്യജാലിക. യൂണിറ്റിലെ പ്രധാന ഏരിയകളിൽ മനുഷ്യജാലിക പ്രചരണാർത്ഥം പോസ്റ്റർ പതിപ്പിക്കുകയും ജനുവരി 26-ന് മലപ്പുറം കരിങ്കല്ലത്താണിയിൽ നടന്ന മനുഷ്യജാലികയിൽ നിരവധി പ്രവർത്തകരെ പങ്കെടുപ്പിക്കാനും സാധിച്ചു. തജ്ദീദ് 1444. ഇസ്ലാമിക് പുതുവർഷത്തെ വരവേറ്റുകൊണ്ട് പുതുവർഷത്തെ ഹൃദയമൊരുക്കി വരവേൽക്കാമെന്ന പ്രമേയത്തിൽ തജ്ദീദ് 1444 കിടങ്ങഴി മുഹീദ്ദീൻ മസ്ജിദിൽ വെച്ച് മുഹറം 10 9/8/2022 ചൊവ്വാഴ്ച നടന്നു. ഉസ്താദ് ഹസൻ ഹുദവി നേതൃത്വം നൽകി. കപ്പിൾസ് മീറ്റ്. വിവാഹിതരായ പ്രവർത്തകരെയും ഭാര്യമാരെയും ഉൾപ്പെടുത്തി കപ്പിൾസ് മീറ്റ് 25/7/2023 HM ഹാളിൽ നടത്താൻ സാധിച്ചു. യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വനിതാ ക്ലാസിൻ്റെ സംഘാടനത്തിന് ഇവർക്കിടയിൽ പ്രചോദനം നൽകി. ആക്ടിവേഷൻ കോൺഫറൻസ്. കിടങ്ങഴി യൂണിറ്റിലെ പുതിയ പ്രവർത്തകരെയും SSLC +2-വിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഒരുമിച്ച് കൂട്ടി 13/8/2023 ഞായറാഴ്ച തക്കാടമ്മൽ മദ്രസയിൽ വച്ച് ആക്ടിവേഷൻ കോൺഫറൻസ് നടത്താൻ സാധിച്ചു. ബാലാരവം. SKSSF 35-ാം വാർഷികത്തിൻ്റെ പ്രചരണാർത്ഥം മദ്രസ വിദ്യാർത്ഥികളെ അണിനിരത്തി പ്രചരണ ജാഥയും ഉത്ബോധന പരിപാടിയും 28/10/2023 HM ഹാളിൽ വെച്ച് നടത്താൻ സാധിച്ചു. ലഹരിമുക്ത കിടങ്ങഴി. കാവനൂർ മജ്മയിൽ വെച്ച് നടത്തിയ റീവാംപ് ആക്ടിവേഷൻ കോൺഫറൻസിലെ പ്രധാന അജണ്ടകളിലൊന്നായ ലഹരിമുക്ത ക്യാമ്പയിനുകളും പരിപാടികളും നടത്താൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അജണ്ട മഹല്ല് കമ്മിറ്റി ഭാരവാഹികളെയും മഹല്ല് കാളിയെയും അറിയിക്കുകയും മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ മുന്നിട്ടിറങ്ങി ലഹരിമുക്ത കിടങ്ങഴി എന്ന പേരിൽ യൂണിറ്റിലെ ഓരോ ഏരിയകൾ കേന്ദ്രീകരിച്ച് ഏജ് ഗ്രൂപ്പുകൾ അടിസ്ഥാനമാക്കി ബോധവൽക്കരണ പരിപാടികൾ നടത്താൻ സാധിച്ചു. ഒപ്പുശേഖരണം. ഫലസ്തീൻ കൂട്ടക്കുരുതിക്കെതിരെ മദ്രസ വിദ്യാർത്ഥികളിൽ നിന്ന് കുരുന്ന് കയ്യൊപ്പുകൾ ശേഖരിച്ചത് പരിപാടികളിൽ വ്യത്യസ്തമായി. അനുമോദനം. മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർ, കൂടുതൽ അറ്റൻഡൻസ് നേടിയവർ, യൂണിറ്റിലെ SSLC +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾ, MBBS നേടിയ റിസ്വാൻ കണ്ണിയൻ, SKSSF, SKSBV, മേഖല, ക്ലസ്റ്റർ, സ്റ്റേറ്റ്, റേഞ്ച് എന്നീ ഉയർന്ന തലങ്ങളിലെ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകർ തുടങ്ങിയവരെയും അനുമോദിക്കാനും അഭിനന്ദിക്കാനും യൂണിറ്റ് കമ്മിറ്റിക്ക് സാധിച്ചു. വനിതാ ക്ലാസ്. കപ്പിൾസ് മീറ്റിൽ കൂടി നടപ്പിലാക്കിയ തീരുമാനപ്രകാരം സ്ത്രീകൾക്കുള്ള പഠന ക്ലാസ് തക്കാടമ്മൽ മദ്രസയിലും HM ഹാളിലും സെപ്റ്റംബർ, ഒക്ടോബർ എന്നീ മാസങ്ങളിൽ നടത്താൻ സാധിച്ചു. ത്രിദിന മതപ്രഭാഷണം. ജനുവരി 5, 6, 7 എന്നീ 3 ദിവസങ്ങളിലായി മർഹൂം CP നിസാർ നഗരിയിൽ വെച്ച് ത്രിദിന മതപ്രഭാഷണം സംഘടിപ്പിച്ചു. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, ഉസ്താദ് പാതിരമണ്ണ അബ്ദുറഹ്മാൻ ഫൈസി, അൻവർ അലി ഹുദവി പുളിയക്കോട്, അഷ്റഫ് റഹ്മാനി ചൗക്കി, മഅ്മൂൻ ഹുദവി വണ്ടൂർ തുടങ്ങിയ പ്രഗത്ഭരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 3 ദിവസങ്ങളിലായി നടത്തിയ പ്രഭാഷണ സദസ്സ് വലിയ വിജയമാവുകയും യൂണിറ്റ് സഹചാരി സെന്ററിന്റെ പ്രവർത്തനത്തിന് ശ്രോതാക്കൾ അകമഴിഞ്ഞു നൽകിയ സംഭാവനകൾ സെന്ററിന്റെ പ്രവർത്തനത്തിന് വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്തു. ഉപഹാരം. SKSSF SYS സംയുക്തമായി പ്രവർത്തകരുടെ വിവാഹം, വീട് കൂടൽ എന്നിവയ്ക്ക് ഉപഹാരങ്ങൾ നൽകാൻ സാധിച്ചു. യോഗങ്ങൾ. റിപ്പോർട്ട് കാലയളവിൽ 20 സാധാരണ യോഗങ്ങളും 2 അടിയന്തര യോഗങ്ങളും നടന്നിട്ടുണ്ട്. വിങ്ങുകളുടെ പ്രവർത്തനങ്ങൾ. സഹചാരി. ആതുര സേവനത്തിൽ SKSSF സഹചാരി റിലീഫ് സെൽ കിടങ്ങഴി യൂണിറ്റിൻ്റെ കീഴിൽ കാലങ്ങളായി നടന്നുവരുന്ന റമദാനിലെ റിലീഫ് വിതരണം കഴിഞ്ഞ 2 വർഷവും നാട്ടിലെ ഉദാരമനസ്കരുടെ സഹായത്താൽ വളരെ നല്ല രീതിയിൽ തന്നെ നടത്താൻ യൂണിറ്റ് കമ്മിറ്റിക്ക് സാധിച്ചു. അതുപോലെ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച വർഷാവർഷവും നടന്നുവരുന്ന സഹചാരി ഫണ്ട് കളക്ഷൻ കഴിഞ്ഞ 2 വർഷവും വിപുലമായ രീതിയിൽ തന്നെ നടത്താൻ സാധിച്ചു. പെരുന്നാൾ ദിവസത്തിൽ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള മഞ്ചേരി മേഖലാ കമ്മിറ്റി നടത്തിവരുന്ന ഭക്ഷണ വിതരണത്തിൽ യൂണിറ്റ് കമ്മിറ്റി പങ്കാളിയായി. മരണ വീട്ടിലേക്ക് ആവശ്യമായ കഫൻ പുടവ, ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നിവ നൽകിവരികയും ചെയ്യുന്നു. സഹചാരിയുടെ കീഴിൽ 115ഓളം ഉപകരണങ്ങളുമായി വളരെ കൃത്യമായ രീതിയിൽ കിടങ്ങഴി യൂണിറ്റ് സഹചാരി സെന്റർ നാട്ടുകാരുടെയും സംഘടനാ സ്നേഹികളുടെയും പങ്കാളിത്തവും സഹകരണവും കൊണ്ട് തന്നെ തലയെടുപ്പോടുകൂടി പ്രവർത്തിച്ചു വരുന്നു. വിത്തായ. മീലാദ് ദിനത്തിൽ റാലി നിയന്ത്രണവും റമദാനിനോടനുബന്ധിച്ച പള്ളി ശുചീകരണവും യൂണിറ്റിലെ വിക്കായ പ്രവർത്തകരെ ഉൾപ്പെടുത്തി നടത്താൻ സാധിച്ചു. ഇബാദ്. മാസത്തിൽ നടന്നുവരുന്ന തഹാബുബ് ആത്മീയ മജ്ലിസും ക്ലസ്റ്റർ കമ്മിറ്റിയുടെ കീഴിൽ നടന്നുവരുന്ന ഇസ്തിറാ ആത്മീയ മജ്ലിസും യൂണിറ്റ് കമ്മിറ്റി നടത്തിവരുന്നു. ട്രെൻഡ്. നഹജ് കരിയർ ഗൈഡൻസ് മോറൽ ലീഡിംഗ് പ്രോഗ്രാം 21/5/2023 ഞായറാഴ്ച HM ഹാളിൽ വെച്ച് നടത്താൻ സാധിച്ചു. ട്രെൻഡ് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ നടന്ന ഷുവർ ഷോട്ട് PSC ക്യാമ്പിന് വേദിയൊരുക്കാൻ യൂണിറ്റ് കമ്മിറ്റിക്ക് സാധിച്ചു.
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തലും തുടർ പഠനങ്ങളുടെ സാധ്യതകളെക്കുറിച്ച് ഉത്ബോധിപ്പിക്കാനും തരംഗം യൂണിറ്റ് കാരവൻ എന്ന പേരിൽ പ്രോഗ്രാം സംഘടിപ്പിക്കാനും സാധിച്ചു. മീഡിയ വിംഗ് യൂണിറ്റ് നടത്തിയ എല്ലാ പരിപാടികളിലും സോഷ്യൽ മീഡിയ പ്രചരണത്തിൽ നിർണായക പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റിൽ നടക്കുന്ന ഒട്ടുമിക്ക പരിപാടികളും SKSSF സോഫ്റ്റ്വെയറായ ഓർഗാനെറ്റിൽ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചു. ഓർഗാനെറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ആദ്യഘട്ട വിലയിരുത്തലിൽ യൂണിറ്റ് കമ്മിറ്റിക്ക് സ്റ്റേറ്റിലും ജില്ലയിലും ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചു. ആനുവൽ ക്യാബിനറ്റ് ഡിസംബർ 24-ന് സംഘടനയുടെ പുതിയ കമ്മിറ്റിയുടെ ഒരു വർഷം തികയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവും പ്രവർത്തകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ യൂണിറ്റ് കമ്മിറ്റിക്ക് സാധിച്ചു. പ്രാർത്ഥന ഈ മഹത്തായ സംഘടനയ്ക്ക് ബീജാഭാവം നൽകിയ മഹത്തുക്കൾക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കും അനുഭാവികൾക്കും ഇരു ലോകത്തും ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഈ പ്രസ്ഥാനത്തെ സഹായിച്ച മുഴുവൻ ആളുകളെയും അള്ളാഹു സഹായിക്കട്ടെ. അതിലുപരി വിട പറഞ്ഞ മർഹൂം കിടങ്ങഴി ഉസ്താദ്, യു കുഞ്ഞുട്ടി ഉസ്താദ്, വാരിയത്ത് മുഹമ്മദ് ഹാജി, ആഗിയത്ത് കുഞ്ഞിപ്പ ഹാജി, കുന്നുമ്മൽ കുഞ്ഞി മുഹമ്മദ് ഹാജി, KC അബ്ദുള്ള ഹാജി, C ഗഫൂർ ഫൈസി, സുന്നി അബ്ദുള്ള ഹാജി, AM കുഞ്ഞാൻ ഹാജി, PT മൊയ്തീൻ ഹാജി, പ്രിയ സഹപ്രവർത്തകൻ CP നിസാർ എന്നിവർക്ക് അള്ളാഹു മഅഫിറത്തും മർഹമത്തും നൽകട്ടെ. അവരെയും നമ്മെയും നാഥൻ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. കൃതജ്ഞത നമ്മുടെ പ്രസ്ഥാനത്തിന് ഉപദേശ നിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും നൽകിയ മഹല്ല് കമ്മിറ്റി കാരണവന്മാർക്കും അനുഭാവികൾക്കും ഹൃദയം നിറഞ്ഞ കൃതജ്ഞത അറിയിക്കുന്നു. ഉപസംഹാരം നമ്മുടെ മതവും പ്രസ്ഥാനവും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന നിർണായക നിമിഷങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ക്രിയാത്മക പ്രവർത്തനങ്ങളാണ് നാം കാഴ്ചവെക്കേണ്ടത്. വഴിയിൽ ഇട്ടേച്ച് പോയേക്കാവുന്ന ഓരോ നന്മകളും നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുന്നതിന് ഓരോ പ്രവർത്തകരും ജാഗരൂകരാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു.